സോ ഐ വെൻ ടു ദിസ് ഡോക്ടർ. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് പോയി. മൂപ്പത്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് കറക്റ്റ് കിട്ടിയ വൈബ് ഒരു എന്താ പറയുക, ഒരു ജഡ്ജ്മെന്റൽ ആൻറ്റി ഇരിക്കില്ലേ, ആ മൂടാ മൂപ്പത്തി. ഒരു വരൂ, ഇരിക്കൂ, പെട്ടെന്ന് ഇരിക്കൂ, ഓ അങ്ങനെ എന്നിട്ട് ഇരുന്ന്. അപ്പം ആദ്യമായിട്ടൊരു ഒരു ഡോക്ടറെ കണ്ട ഒരു സന്തോഷത്തിൽ ഞാൻ ഭയങ്കര കരയാനൊക്കെ ഞാൻ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അത് സോ റെഡി ടു ക്രൈ. പക്ഷെ പിന്നെ ഒരു ഇരുത്തം കണ്ടപ്പോഴത്തേക്കും ചെറിയൊരു നെഗ് അടിച്ചു കുറച്ച്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് കുറച്ചൊന്ന് വെൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. മുപ്പത്തി കാരണം പണ്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ട്. അതിൽ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അങ്ങനെ വരാൻ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ, മാഡം ഇത് മാത്രമല്ല എൻ്റെ ജീവിതം, ഇതായിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി കിടക്കുമല്ല. ലൈക്ക് റിലേഷൻഷിപ്പ് മാത്രമല്ലല്ലോ ജീവിതം, ബാക്കി എന്തൊക്കെയുണ്ട്, ഞാനൊരു മനുഷ്യനല്ലേ, അപ്പം എനിക്ക് ബാക്കി പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ. എന്നിട്ട് മുപ്പത്തി പിന്നെ പറഞ്ഞു, പിന്നെ അടുത്ത ചോദ്യം വാസ് ചൈൽഡ്ഹുഡിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ ചെറിയ ചെറിയ ട്രോമകൾ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആയിരിക്കും ഇപ്പം ഉണ്ടായത്. ട്രോമയോ? അതെങ്ങനെ അപ്പത്തെ ട്രോമ എങ്ങനെ ഇപ്പം എഫക്റ്റ് ചെയ്യുക? ഓ മൈ ഗോഡ്, ലൈക്ക് ബേബ് റിയലി. മറ്റാള് കാര്യമായിട്ട്, അതായത് എനിക്ക് അങ്ങോട്ട് പറയണമെന്നുണ്ട്, ലൈക്ക് മാഡം ഐ തിങ്ക് സോ ദറ്റ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം എഫക്റ്റ് ആകും, അതാണല്ലോ നിങ്ങളൊക്കെ പഠിക്കുന്നത്, എന്നിട്ടാണ് അറിയില്ലേ ഇത്. ഐ വാസ് സോ കാം. എന്നിട്ട് ഞാൻ പിന്നെയും കുഴപ്പമില്ലാണ്ട് ഞാൻ പിന്നെയും പറയാൻ തുടങ്ങി. അപ്പം മുപ്പത്തി ഇങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല, അത് ഇത് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്ക് അങ്ങോട്ട് ഓടി, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതായത് എന്താ ഇത് ട്രോമ എഫക്റ്റ് ആവില്ലേ, അതുപോലും മുപ്പത്തിക്ക് അറിയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ കാര്യം പോട്ടെ, എനിക്ക് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആൾക്കാർ ഇത് പുറത്ത് പറയുന്നത് കൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും അവെയർ ആയതുകൊണ്ട് തന്നെ വി നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. അറ്റ്ലീസ്റ്റ് നമുക്ക് അതെങ്കിലും അറിയാം. ഇപ്പം എനിക്കിപ്പോൾ 24 വയസ്സായിട്ടുള്ളൂ, പക്ഷെ സ്റ്റിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു അറിവില്ലെങ്കിലും ചെറിയതായിട്ടെങ്കിലും ഒരു അറിവുണ്ടല്ലോ. ഇതുപോലും ഇല്ലാത്ത ഒരു 100 കണക്കിന് ആൾക്കാരാണ് മുപ്പത്തിനെ കാത്തിരിക്കുന്നത് അവിടെ പുറത്ത്. അപ്പോൾ ഐ വാസ് സോ വറീഡ് അബൌട്ട് ദം ദാറ്റ് മുപ്പത്തി പറയാണ്, അതായത് ട്രോമ എന്ന ആ കാലത്തെ ട്രോമ എന്നും ഈ കാലത്ത് എഫക്റ്റ് ഇല്ലെന്ന് വെച്ചാൽ വലിയ അപ്പൊ ട്രോമ എഫക്റ്റ് ആവില്ലല്ലേ, അങ്ങനെ അവർ വിചാരിക്കില്ലേ. ആൻഡ് ദേ വിൽ തിങ്ക് ലൈക്ക് അപ്പൊ ഇതൊക്കെ എൻ്റെ ഇറ്റ്സ് ഓൾ ഇൻ മൈ ഹെഡ്, ഇതൊന്നും അത്ര ആക്ച്വൽ പ്രശ്നങ്ങളല്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. എന്നിട്ട് സോ മെനി പീപ്പിൾ ആർ റിലൈയിങ് ഓൺ ഹെർ ദാറ്റ് ഇത് ഡോക്ടർ മാഡം പറയുന്നതാണ് ശരി, മാഡത്തിന് അറിയാമല്ലോ. ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് മാഡം ഡസൻറ്റ് നോ എനിത്തിങ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആൻഡ് ഓൾസോ മാഡത്തിനൊരു ബോഡി ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അയാൾ ഇഫ് ദാറ്റ് ദ അതർ പേഴ്സൺ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ഇസ് ഗോയിങ് ത്രൂ എ ലോട്ട്, അപ്പോൾ അവിടെ നിങ്ങൾ ഒരിക്കലും പറഞ്ഞോ, വെൻഡ് ഔട്ട് ചെയ്തോ, അല്ലെങ്കിൽ വെൻഡ് ഔട്ട് ഉണ്ട് മെയിൻ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പറ, ഐ ജസ്റ്റ് ഡയഗ്നോസ് ആൻഡ് ഐ ജസ്റ്റ് ഗിവ് യു babes. I'm so utterly disappointed. എനിക്ക് ചിരിയാ വന്നത് സത്യം പറഞ്ഞാൽ. ഡിസപ്പോയിൻമെന്റും ഉണ്ട്, പക്ഷെ എനിക്ക് ചിരിയാ വന്നത്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആണല്ലോ ശരിക്കും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇരിക്കുന്നത്. അതൊരു പ്രൈവറ്റ് സംഭവമാണ്. അപ്പം ഇത്രയും പൈസയും കൊടുത്തിട്ട് ആൾക്കാർ അവിടെ പോയിരുന്ന് ഈ സാധനം കേൾക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് പോയിട്ട് ഐ ഡോണ്ട് നോ. ആൻഡ് എസ്പെഷ്യലി ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ആകുമ്പോഴേ അത് ഇറ്റ് ഷുഡ് ബി ഇതത്ര സെൻസിറ്റീവ് അല്ലേ. ഒരാളുടെ ജീവൻ എനിക്കിപ്പോൾ ഞാൻ നാളെ മരിക്കുമെങ്കിലോ എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട്, അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾ, അയാൾ എപ്പോഴാണ് ട്രിഗർ ആവുക, എപ്പോഴാണ് അയാളുടെ ഇത് പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് പോയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ പിടിച്ചിട്ട് അവിടെ ഇരുന്നാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു എ സൈക്കോളജിസ്റ്റ്, നിങ്ങൾ ബി അവെയർ കുറച്ചൊക്കെ. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ചിന്ന റിസർച്ചെങ്കിലും നടത്തുക. ഇപ്പം എന്താണ് ഈ അസുഖം എന്നൊക്കെ പറ്റിയിട്ട്. വലുതായിട്ട് അവരെ പോലെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പം, പക്ഷെ എന്നാലും നമുക്കറിയില്ലേ ഒരു ഹ്യൂമൻ ലെവലിൽ മറ്റൊരാളോട് ഇങ്ങനെ സംസാരിക്കണം എന്നും. ഇപ്പോൾ ഒരു സങ്കടത്തിലാണ്, ശരിക്കും അറിയില്ലല്ലോ. അടുത്ത ഒരിക്കലും പോയിട്ട് ജഡ്ജ്മെന്റലായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഈ പറഞ്ഞോ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് പറയാൻ തോന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞോ ഞാൻ കേൾക്കാം, ലൈക്ക് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് പോയിരുന്ന അയാൾ എങ്ങനെ പറയും? അയാൾക്ക് പറയാൻ പറ്റില്ല, ഓഫ്കോഴ്സ് പറ്റില്ല. സോ ജസ്റ്റ് നമുക്ക് ചെറിയൊരു അറിവെങ്കിലും ഉള്ളത് നല്ലതായിരിക്കും അബൌട്ട് ഓൾ ഓഫ് ദീസ് തിങ്സ്, സോ ദാറ്റ് വി ആർ അവെയർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഒന്നും അവെയർ ആവണ്ട, ഒരു എംപത്തറ്റിക് എങ്ങനെ ആവണം എന്ന് മാത്രം ഉള്ളൊരു അറിവുണ്ടല്ലോ. അത് ഇറ്റ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആസ് വി ആർ ലിവിങ് ആസ് എൻ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്സ്. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ആൻഡ് ടു ഓൾ ദ മാഡംസ് ഔട്ട് ദെയർ ലൈക്ക് ദാറ്റ്, ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല.